ഹലോ, ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് വോട്ട് ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട്. ഞാൻ ഭക്ഷണം നല്ലപോലെ മിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നതും അനിയൻ പറഞ്ഞു നമുക്ക് ഓപ്പൺ ഗ്രില്ലൊന്ന് പോയി നോക്കാമെന്ന്. നമ്മളിപ്പോൾ ഓപ്പൺ ഗ്രില്ലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കാർ പാർക്കിംഗ് എത്തി. നമുക്കൊന്ന് പോയിട്ട് ഇവിടുത്തെ നമുക്ക് വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഹലോ ബ്രോ. ഹായ്. ബൊഫെ റെസ്റ്റോറന്റ് ആണ് പാലക്കാട്. നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ബൊഫെ. ഇതിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് കസ്റ്റമേഴ്സ് ഇപ്പൊ എന്നെ പോലെ വന്നാലും ഇവിടെ ഇരുന്ന് നമുക്ക് സെർവ് ചെയ്യാം. അതല്ല ഇനിയിപ്പോ എന്തെങ്കിലും ഈവന്റ് നടത്തുമ്പോൾ ഇത് നിങ്ങൾ അവർക്ക് എക്സ്ക്ലൂസീവ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോള്. ഓക്കെ, അതപ്പോ എങ്ങനെയാണ് ഇതിന്റെ 400 വരെ കപ്പാസിറ്റി വരുന്ന ഹോളാണ്. മാരേജ്, ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ മുകളിൽ ഹോളുണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ അവിടെയും സെർവ് ചെയ്യുന്നത്. നോക്കണി പ്രൊജക്ടർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കോൺഫറൻസിങ് പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാനാണ് ഇപ്പോൾ വരും ബ്രോ പറയുന്നത്. നമുക്ക് എന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫുഡിലേക്ക് ആ സെക്ഷനിൽ നിന്ന് കിടക്കാം. ഹലോ അനിൽ. ഓക്കെ, സ്വീറ്റ് ചില്ലി ആൻഡ് പൈനാപ്പിൾ ചാറ്റ്. ഇത് ടോസ്റ്റഡ് സലാഡ്, ഓക്കെ, ചിക്കൻ സലാഡ്, ഓക്കെ, ഗ്രീൻ സലാഡ് വിത്ത് ടോട്ടൽ ഐറ്റംസ്, അറേബ്യൻ മെസ്സി. മെസ്സി നമ്മുടെ 2 ഐറ്റംസ് ജ്യൂസ് വരുന്നുണ്ട്. ഇന്ത്യൻ പൈനാപ്പിൾ വാട്ടർമെലനാണ്. ഓക്കെ, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, പിന്നെ ക്രീം ഓഫ് മഷ്റൂം സൂപ്പ്, ചിക്കൻ കുക്ക് പൊറോട്ട സ്പെഷ്യലാണ്. പിന്നെ 2 വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് വരുന്നത്. ചില്ലി പനീർ ഡ്രൈ, പിന്നെ ദാൽ ഫ്രൈ, മഷ്റൂം മസാല ആൻഡ് ആലു ഗോബി. മഷ്റൂം മസാല, ആലു ഗോബി. പിന്നെ നാടൻ സ്റ്റൈലിൽ കോഴി വറുത്തരച്ച കറി. ചിക്കൻ ബിരിയാണിയാണ്. റൈസ് നമ്മൾ സെപ്പറേറ്റ് വയ്ക്കുന്നുണ്ട്. ഇത് ക്യൂസീൻ ബേസ്ഡ് ആണോ? തലശ്ശേരി ചിക്കൻ ബിരിയാണി. ഓക്കെ, സെപ്പറേറ്റ് വയ്ക്കുന്നത് റൈസ് സെപ്പറേറ്റ് ആണ്. ചിക്കൻ മസാല അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അത് ബീഫ് ഓക്കെ. ചിക്കൻ കുരുമുളക് വെള്ള. 2 റൈസ് സെപ്പറേറ്റ് വയ്ക്കുന്നുണ്ട്. റൈസ് ബോയിൽഡ് റൈസ്. ഇത് പ്ലെയിൻ റൈസ്, ബോയിൽഡ് റൈസ്. ഓക്കെ. ഇതിപ്പോ നമ്മുടെ മട്ടേരി, പാലക്കാട് നാടൻ മട്ടേരി. ഓക്കെ, പല സിനിമയിലും പാലക്കാട് മസ്താണല്ലോ നമ്മുടെ. അതെ അതെ. മലബാറി ഫിഷ് കറി, അത് തേങ്ങ അരച്ച് തേങ്ങ പാലിലുണ്ടാക്കുന്ന ഒരു ഡിഷാണ് മലബാറി ഫിഷ് കറി. റെഡ് സ്നാപ്പർ ഫിഷ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആ തേങ്ങാപ്പാലാണ് മെയിനായിട്ട്. തേങ്ങാപ്പാലാണ് സ്പൈസി ആയിരിക്കും. ഓക്കെ, കപ്പ ഉള്ളപ്പോൾ കപ്പൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ്. പിന്നെ മറ്റേ മട്ടയുടെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. തൈര്, രസം, മുളക്, ഓക്കെ, ചമ്മന്തി, അച്ചാറ്. പിന്നെ മീൽസിൻ്റെ ഐറ്റംസ് ആണത്. എരിശ്ശേരി, ഓക്കെ, എലിശ്ശേരി, സാമ്പാർ, അത് ചീരപ്പരിപ്പ്, അത് മിക്സ് വെജ് ഉപ്പേരിയാണ്. ക്യാരറ്റ്, ബീൻസ് ഉണ്ട്, പച്ചമുളകുണ്ട്. ബ്രെഡിൻ്റെ ആണ് അത്. ചായ ടുക്കട. ഓക്കെ, താങ്ക് യു. ചീഫ് ഷെഫ് വന്നിട്ട് നമുക്കിപ്പോൾ ഡെസേർട്ട് ട്രൈ ചെയ്യാൻ വന്നിരിക്കണം. മിൽക്ക് മെയ്ഡ്, പാല്, പിന്നെ ബദാം, പിസ്ത. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാലും. ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആരാ ശരിക്കും? ഇത് നോർത്തിൽ വേറെ എടുക്കാറുണ്ട്. കുസീൻ മാറുന്നതിനനുസരിച്ച് എനിക്ക് അതിൻ്റെ ഷെഫ് ഉണ്ട്. ക്യാരറ്റ് ഹൽവ, സേമിയ പായസം, ഐസ്ക്രീം. ഇപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീം. അതെ. സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആക്ച്വലി 750 റേഞ്ച് വരുന്നൊരു മെനു ആണ്. നമ്മളൊരു
349 ടാക്സ് എന്ന റേറ്റിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6 to 7 നോൺ വെജ് ആണ് ഇതിൽ വരുന്നത്. 6 to 7 നോൺ വെജ് ഡിഷസ് ഉണ്ട്. യെസ്. പാലക്കാട് വേറെ എവിടെയും ചെയ്യുന്നില്ല അത്രയും നോൺ വെജ് വെച്ചിട്ട് ഈ ഒരു റേറ്റിൽ. നമുക്ക് കഴിച്ചു നോക്കാം. ഇതെന്താ ബിരിയാണി? തലശ്ശേരി സ്റ്റൈലിൽ ദം ബിരിയാണിയാണ് ചിക്കൻ. ഒരു വെറൈറ്റി ഐറ്റമാണത്. കുറാപ്പ്, സിറപ്പ്, മിൻറ്റ്. നമ്മൾ ഓരോരോ തീമായിരിക്കും കാണുന്നത് ഓപ്പൺ ഗ്രില്ലിൻ്റെ. അതൊന്നില്ലെങ്കിലും ചിലപ്പോൾ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള സീ ഫുഡിൻ്റെ തീമായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും ഓർഗനൈസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ടീം തന്നെയാണ് ചെയ്യുന്നത്. MDs ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സീ ഫുഡ് ഫെസ്റ്റിവൽ പാലക്കാടുകാർക്ക് സീ ഫുഡിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മളത് സീ ഫുഡിനെ കുറിച്ച് അവർക്ക് കുറച്ചും കൂടി അവൈലബിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തലശ്ശേരി, എറണാകുളം, കോഴിക്കോടിനൊക്കെ ഫിഷുകൾ എത്തിച്ചിട്ട് അങ്ങനെ സീ ഫുഡ് ഫെസ്റ്റിവൽ ചെയ്യുന്നത്, ലൈവ് ഫിഷ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ചെട്ടിനാട് ഫുഡ് ഫെസ്റ്റിവലാണ്. അത് ലാസ്റ്റ് ഒരു 2 week ബിഫോർ ചെട്ടിനാടിൻ്റെ എല്ലാ ഐറ്റംസും വെച്ചിട്ട് ഫെസ്റ്റിവൽ. അങ്ങനെ ഓരോ വെറൈറ്റീസ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലഞ്ച് വരുന്നത് 12 to 3:30 ലഞ്ച്. ഡിന്നർ 7 to 10:30. നമ്മളിപ്പോൾ തലശ്ശേരി പോയി തലശ്ശേരി ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഫുഡിന് അത്രയും ഇമ്പോർട്ടൻസ് കിട്ടും. അത് തീർച്ചയായും. അതെന്തായാലും ഉണ്ട്, എനിക്ക് എന്തായാലും വളരെ ഇഷ്ടമായി. താങ്ക് യു. നമുക്കിപ്പോൾ ഐക്കോറ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഐക്കോറ ഫ്രൈ ആണ്, റെസിപ്പിയാണ്, സ്പെഷ്യൽ റെസിപ്പിയാണ്. അത് കഴിച്ചു നോക്കാം. ഫിഷ് ഫ്രൈ ആണ്, കേരള സ്റ്റൈൽ ഫിഷ് കറി. ഇതിലുള്ള മീൻ ഏതായിരിക്കും? ഇത് നമ്മൾ നെയ്മീൻ, അയക്കൂറ, ഓരോ ദിവസം നമ്മൾ ഫിഷ് മാറ്റിക്കൊണ്ടിരിക്കും. പാലക്കാടൻ മുട്ട, മീൻ കറി, നാരങ്ങ ഒഴിഞ്ഞ മീൻ ഫ്രൈ, അതോടൊപ്പം തന്നെ പപ്പടം വന്ന് കഴിച്ചോ. അത് കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കമൻറ്റ് ബോക്സിലാണ് മെൻഷൻ ചെയ്യാം. ആലു ഗോപിയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ട്രൈ ചെയ്യാൻ പോകും. ട്രൈ ചെയ്യാം. മഷ്റൂം മസാല ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനാണ്. ടേസ്റ്റ് ചെയ്യാൻ അത് പ്ലേറ്റ് നിറഞ്ഞു. വേറെ പ്ലേറ്റ് എടുക്കട്ടെ? ഇല്ലല്ലോ വേണം. ഏയ് എടുക്കാന്നേ. ഇത് കുരുമുളക് ഇട്ട ചിക്കനാണ്. ബിരിയാണി എടുത്തത്, പിന്നെ എല്ലാ ചിക്കൻ്റെ ഐറ്റംസും മഷ്റൂമും ബീഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സോഫ്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാ. വെറൈറ്റി ടേസ്റ്റാണ്. ഇളനീർ പായസമാണ്. ഓക്കെ, നമുക്കിന്ന് ഇറങ്ങല്ലേ? ഓക്കെ. കഴിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ ഫുഡ് ആയതുകൊണ്ട് ഞാൻ പാർസലും വാങ്ങാൻ മറന്നില്ല, പാർസലും മേടിച്ചു. എൻ്റെ അനിയനും വളരെ ഹാപ്പിയായി. ആരും വോട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഗവൺമെൻറ് വരണം, ആര് ഭരിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. ആ വോട്ട് ചെയ്യുക, നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിക്കുക.